ഇറാനും അമേരിക്കയും ഇന്ന് ജനീവയിൽ മുഖാമുഖം സമാധാന ചർച്ച നടത്തുകയാണ്. ഒരുപക്ഷെ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് അമേരിക്കയുടെ മേശയ്ക്ക് നേരെ ഇറാൻ ഇരിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ലോക സൂപ്പർ പവറായിരിക്കുന്ന അമേരിക്ക ഒരു മൂന്നാം ലോക രാജ്യമായിരിക്കുന്ന ഇറാനോട് പ്രശ്നപരിഹാരത്തിന് വേണ്ടി ചർച്ച നടത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞതും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അങ്ങനെ ഇറാനെ തേടി അമേരിക്ക എത്തിയതാണ് ജനീവയിൽ എന്ന് തീർച്ചയായിട്ടും പറയാൻ വേണ്ടി സാധിക്കും. കാര്യം ഈ യുദ്ധം വിരാമം കുറിക്കുക എന്നുള്ളത് അമേരിക്കയുടെ മാത്രം ആവശ്യമാണ്, ഇറാൻ്റെ ആവശ്യമല്ല എന്നുള്ളത് അവർ ആവർത്തിച്ച് പറഞ്ഞതാണ്. ജനീവയിൽ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസനും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചിയും എത്തിയതായിരിക്കുന്ന വിവരം അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ഇവിടെ ചർച്ച നടത്തുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ തങ്ങൾക്ക് പറയാനുണ്ട് എന്ന് ഇറാൻ പറഞ്ഞതായിരിക്കുന്ന ഒരു വിഷയം നിലനിൽക്കുന്നു. പൂർണ്ണമായിരിക്കുന്ന ഒരു സമാധാന ചർച്ച അവസാനിക്കും എന്നുള്ളത് ഇപ്പോഴും ലോകത്തിന് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ലെബനാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തി എന്നുള്ളതാണ്. ലെബനാൻ മാത്രമല്ല, ഗസക്ക് നേരെയും ആക്രമണം നടത്തി. 16 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 4 മരണം ഗസയിലാണ്, 12 മരണം ലെബനാനിലാണ്. ഇത് വെടിനിർത്തൽ കരാർ വ്യവസ്ഥ രൂപപ്പെടുത്തിയതിന് ശേഷം ഇസ്രായേൽ നടത്തുന്ന ഏകദേശം 60ാമത്തെ ആക്രമണമാണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഗസയായിട്ട് കൂട്ടിയോജിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അതിൽ കൂടുതലാണ്. അൽ ജസീറ ക്യാമറമാൻ അഹമ്മദ് ബിഷ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഗസയിൽ വെച്ച് കൊല്ലപ്പെട്ട വിവരങ്ങളും പുറത്തു വന്നു. ലെബനാനിലെ തെക്കൻ മേഖലയിൽ ബെക്ക തായ്വരക്കടുത്താണ് ആക്രമണം നടന്നത്. ഹോർമുസ് കടലിടുക്കും പ്രാദേശിക സുരക്ഷാ സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന കാലത്ത്, അതല്ലെങ്കിൽ ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന എല്ലാ കാലത്തും ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്തുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണം എന്ന് പറഞ്ഞാൽ കരാർ വ്യവസ്ഥ ഏറെക്കുറെ പൂർത്തിയാകും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 2 ദിവസം മുമ്പ് ആക്രമണം നടത്തുക അവരുടെ രീതിയാണ്. സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട്. 2025 ജൂൺ 13 ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരംഭം അല്ലെങ്കിൽ ഉദ്ഘാടനം കുറിച്ചത് ഇസ്രായേൽ ഇറാന് നേരെ. അപ്പോൾ അന്ന് ഈ ആരംഭം കുറിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ജൂൺ 15 അവസാനവട്ട ചർച്ച, 5ാം ഘട്ട ചർച്ച ഒമാനിൽ വെച്ച് നടത്താൻ വേണ്ടിയിട്ട് ഒമാൻ്റെ വിദേശകാര്യമന്ത്രിയും ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും അമേരിക്കയുടെ വൈസ് പ്രസിഡന്റും തീരുമാനിച്ചതാണ്. ഏറെക്കുറെ അന്ന് ജൂൺ 15 കൂടി ആ പ്രശ്ന അവസാനം ഒരുപക്ഷെ ഉണ്ടാകുമെന്ന് പോലും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയ അതിൻ്റെ 2 ദിവസം മുമ്പ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു. അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടിയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഈ വെടിനിർത്തൽ കരാർ വ്യവസ്ഥ പൂർത്തിയാകുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനിടയിൽ കയറിയിട്ട് ആക്രമിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ ഒരു പാരമ്പര്യ തുടർച്ചയായിട്ട് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്യുന്നതാണ് എന്ന് ചുരുക്കം. 2025 ശേഷം 2026 ഫെബ്രുവരി മാസം 28 വീണ്ടും ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു. അമേരിക്കയുമായി സംയുക്തമായി ചേർന്നുകൊണ്ടാണ്. ആ ദിവസത്തിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 30 2ാം ഘട്ട ചർച്ച, അതല്ലെങ്കിൽ അവസാന ഘട്ട ചർച്ച അമേരിക്കയും ഇറാനും തമ്മിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ 2 ദിവസം മുമ്പ് വീണ്ടും ആക്രമണം നടത്തി. ഈ ആക്രമണം നടത്തിയതോടുകൂടി പിന്നീടാണ് രൂക്ഷമായിരിക്കുന്ന യുദ്ധമായിട്ട് അത് അവസാനിച്ചത്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിരൂക്ഷമായിരിക്കുന്ന യുദ്ധമാണ്. ഇറാൻ്റെ ആയത്തുള്ള അലി ഖംനായി എന്ന് പറയുന്ന സുപ്രീം ലീഡർ കൊല്ലപ്പെട്ടു. 168ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു ബിൽഡിംഗ് അപ്പാടെ തകർത്തു. അങ്ങനെ തുടങ്ങിയിരിക്കുന്ന യുദ്ധത്തിന് ഇറാൻ തിരിച്ചടി നൽകിയതോടുകൂടി ഇസ്രായേലിനും അമേരിക്കക്കും അത് വലിയ ഷോക്കായി. പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം അവർ തകർന്നു വീണു എന്നല്ല, 100-ലധികം അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് 18ഓളം രാജ്യങ്ങൾ തെരഞ്ഞു പിടിച്ച് ഇറാൻ ആക്രമിച്ചു. അതിൻ്റെ പരിണത ഫലങ്ങൾ ഇപ്പോൾ $300 ബില്യൺ അമേരിക്ക ഇറാന് നൽകാൻ വേണ്ടി തീരുമാനിച്ചത് എങ്കിൽ ഏറെക്കുറെ അതിൻ്റെ ഇരട്ടിയോളം നൽകിയാൽ പോലും അവസാനിക്കാത്തത്ര നാശങ്ങളും നഷ്ടങ്ങളുമാണ് ഇറാൻ അമേരിക്കയ്ക്കുണ്ടാക്കിയത്. പിന്നീട് ചർച്ചാ സംബന്ധമായ കാര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജൂൺ 19 ഈ മാസം 19 വെള്ളിയാഴ്ച ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അമേരിക്കയും ഇറാനും തമ്മിൽ ജനീവയിൽ വെച്ച് നേരിട്ട് ചർച്ച നടത്താൻ തീരുമാനിച്ചു. അന്നത്തെ ദിവസം ലെബനാൻ ഇസ്രായേൽ ആക്രമിച്ചു. 13-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതിശക്തമായിരുന്നു ആക്രമണം. ഈ ആക്രമണം വന്നതോട് കൂടിയിട്ട് ഇറാൻ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറി. തങ്ങൾ ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞു. കാര്യം ഈ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അതിലേറ്റവും പ്രാധാന്യമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നായിട്ട് പറഞ്ഞത് ലെബനാനെ ഇസ്രായേൽ ആക്രമിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആ കരാർ വ്യവസ്ഥ അംഗീകരിക്കുകയും പിന്നീട് അത് ലംഘിക്കുകയും ചെയ്യുന്ന സമയത്ത് മുന്നേറുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ലെബനാനിലെ സംഘർഷം അവസാനിപ്പിക്കുക എന്ന് പറയുന്ന കാര്യം കരാർ പൂർത്തിയാകാൻ പ്രധാനമായിരിക്കുന്ന കാര്യമായിട്ട് തന്നെ വിലയിരുത്തുന്നു. അപ്പോൾ അന്ന് 19 വെള്ളിയാഴ്ച ഈ JD വാൻസനെല്ലാം വിയന്നയിലേക്ക് പുറപ്പെടാനൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ആക്രമണം നടന്നതോടുകൂടി ഇറാൻ പിന്മാറിയതോട് കൂടിയിട്ട് പിന്നീട് അമേരിക്കയും അത് നിർത്തിവെക്കുകയാണ് ചെയ്തത്. എന്നാലും തങ്ങൾ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. പിന്നീട് വീണ്ടും ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് എത്തുകയാണ് ചെയ്തത്. ഇന്ന് 21 19 കഴിഞ്ഞു. ഈ 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ചർച്ച. ഖത്തർ, പാകിസ്ഥാൻ, സ്വിറ്റ്സർലൻഡ് ഇവർ മധ്യസ്ഥർ മുഖാന്തരം ഇറാനും അമേരിക്കയും തമ്മിൽ നടത്തുന്ന വിപുലമായിരിക്കുന്ന ചർച്ചയാണ്. അന്തിമ കരാർ ഒപ്പിടുന്നതിന് മുൻപ് ധാരണാപത്രം മധ്യസ്ഥർക്ക് മുഖാന്തരം നൽകും എന്ന് ഇറാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് പൂർണ്ണമായിരിക്കുന്ന ഒരു തീരുമാനം, ഒരു രൂപമുണ്ടാക്കുന്ന സമയത്ത് മാത്രമേ തങ്ങൾ ഈ കരാറിനോട് അംഗീകരിക്കുകയുള്ളൂ. മാത്രവുമല്ല, കരാറുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ഏതെങ്കിലും തരത്തിൽ ലംഘനം ചെയ്താൽ കരാർ വ്യവസ്ഥ ഓട്ടോമാറ്റിക്കായി റദ്ദാകും എന്നുകൂടി ഇറാൻ പറയുന്നു. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനമായിരിക്കുന്ന വിഷയം, അല്ലെങ്കിൽ ചരിത്രപരമായ രീതിയിൽ അടയാളപ്പെടുത്തേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഭൂമിയിൽ നിന്ന് ഇറാൻ എന്ന് പറയുന്ന ദേശത്തെ അപ്പാടെ എടുത്തു കളയണം എന്ന് പല ഘട്ടങ്ങളിലായി അമേരിക്കയുടെ പല പ്രസിഡന്റുമാരും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇറാൻ വലിയ തലവേദനയാണ്. ചില റിപ്പോർട്ടിനകത്ത് ഇറാൻ ഒരു ക്യാൻസറാണ്, മാരക ക്യാൻസർ എന്നൊക്കെ പരാമർശിച്ചിട്ടുണ്ട് ചില അമേരിക്കൻ പ്രസിഡന്റുമാർ. അപ്പോൾ അവരെ എന്ത് ചെയ്യണം, ഒഴിവാക്കണം എന്നുള്ള തരത്തിൽ ഇവർക്കൊക്കെ ഏകാഭിപ്രായമാണ്. ലോകത്ത് അമേരിക്കയെ വെല്ലുവിളിക്കാൻ മാത്രം നിലനിൽക്കുന്ന വർത്തമാന രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ വർത്തമാന സംഭവത്തിൽ ഒരു രാജ്യം മാത്രമേ അങ്ങനെയുള്ളൂ എന്നവർ പരാമർശിക്കുന്നു. ഒരുപാട് 200-ലധികം രാജ്യങ്ങൾ നിലനിൽക്കുന്ന ഈ ഭൂമിയിൽ അമേരിക്കയുമായിട്ട് യുദ്ധത്തിൽ തങ്ങൾ തയ്യാറാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരേ രാജ്യത്തിൻ്റെ പേര് റിപ്പബ്ലിക് ഓഫ് ഇറാൻ മാത്രമാണ്. റഷ്യയും ചൈനയും പോലും അത് പറഞ്ഞിട്ടില്ല. യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ടോ യുദ്ധ സാഹചര്യങ്ങൾ ഒഴിവാക്കാനോ ശ്രമിക്കുന്നതാണ് ഉചിതം എന്നാണ് റഷ്യയുടെ അഭിപ്രായം. ഏറെക്കുറെ ചൈനയുടെ അഭിപ്രായം അങ്ങനെ തന്നെയാണ്. പാഞ്ഞു കയറിയിട്ട് ഒരു യുദ്ധത്തിൽ നേതൃത്വം നൽകുന്ന ഒരു പ്രവൃത്തി ചൈന ചെയ്യാറില്ല, റഷ്യയും ചെയ്യാറില്ല. റഷ്യ പിന്നീട് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ചെയ്ത് തന്നെ ഇപ്പോൾ കുടിക്കെടുക്കുകയാണ്. അത് നാറ്റോ സഖ്യത്തിലേക്ക് ഉക്രൈനെ ഡയറക്റ്റായിട്ട് ചേർത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയം സമാധാനമായ രീതിയിൽ ഏറെക്കുറെ പരിഹരിക്കുന്നിടത്താണ് പിന്നീട് അമേരിക്ക പറഞ്ഞത് അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റഷ്യയുടെ സൈനിക ശക്തി ക്ഷയിപ്പിക്കണം. അങ്ങനെ ആ സമയത്ത് മാത്രമേ ഭാവിയിൽ തങ്ങൾക്ക് തങ്ങളുടേതായിരിക്കുന്ന സുരക്ഷ ഒരുക്കാൻ സാധിക്കൂ എന്നവർ പറഞ്ഞ ശേഷമാണ് യുദ്ധം കഠിനമായത്. യുദ്ധം 5ാമത്തെ കൊല്ലത്തിലേക്ക് പ്രവേശിച്ചു. 5 കൊല്ലമൊക്കെ യുദ്ധം ചെയ്യോ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് 100% ഉത്തരം. ഇവിടെ പല യുദ്ധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇറാഖ് യുദ്ധം കണ്ടിട്ടുണ്ട്, ലെബനാൻ്റെ കണ്ടിട്ടുണ്ട്, സുഡാൻ്റെ കണ്ടിട്ടുണ്ട്, ഈജിപ്തിൻ്റെ കണ്ടിട്ടുണ്ട്, സിറിയൻ്റെ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഗസൻ്റെത് കണ്ടു, നിലവിൽ ഇപ്പോൾ വർത്തമാന യുദ്ധം എന്ന് പറയുന്ന സമയത്ത് ഇറാൻ്റെത് കണ്ടു. ഇതൊന്നും ഒരുപാട് നീണ്ടുപോയിട്ടില്ല. ഒരു പരിധിവരെ കഴിയുന്നതോട് കൂടിയിട്ട് എല്ലാം അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ ഉക്രൈൻ റഷ്യൻ യുദ്ധം അവസാനിക്കുന്നില്ല, നീണ്ടു പോകുന്നു. അത് 5 കൊല്ലമൊക്കെ യുദ്ധം ചെയ്തിരിക്കുന്ന രാജ്യമാണ്. ആ രാജ്യത്ത് തങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലാണ് യഥാർത്ഥ റഷ്യയും ഉക്രൈൻ്റെ യുദ്ധം എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഇറാൻ്റെ മുൻപിൽ ഇപ്പോൾ അമേരിക്ക ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് ഇരിക്കാൻ സാധിച്ചു എന്ന് പറയാൻ നിസ്സാര കാര്യമൊന്നുമല്ല. ഇറാൻ്റെ സൈനിക കമാൻഡറെ ബാഗ്ദാദിൽ വെച്ച് കൊലപ്പെടുത്തിയ ഒരു ഭീകര രംഗമുണ്ടായിരുന്നു. കാസിം സുലൈമാനിയെ അന്ന് 2022 ഇത് 2016 കാലത്ത്, ഇപ്പോൾ 2026 2016 കാലത്ത് അന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഏറ്റവും മാരകമായിരിക്കുന്ന
സംഭവം എന്ന് പറയുന്നത് കാസിം സുലൈമാനെ കൊലപ്പെടുത്തുന്നത് എനിക്ക് നേരിട്ട് കാണണമെന്നാണ്. ലൈവായിരുന്നതിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ കൊലപ്പെടുത്തുന്ന രംഗം ട്രംപ് കണ്ട് ആസ്വദിച്ചു എന്ന് ചുരുക്കം. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസികപരമായിരിക്കുന്ന വലിയ രീതിയിൽ മാനസികമായിരിക്കുന്ന പ്രയാസം ഉണ്ടാക്കിയിരുന്ന കാര്യമാണ്. തിരിച്ചടികളൊക്കെ നൽകി, അത് നമുക്കറിയാവുന്ന, നമ്മൾ സംസാരിച്ചാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം, അതേ ഇറാൻ്റെ മുൻപിലേക്ക് അമേരിക്ക എത്തുകയാണ് സമാധാന ചർച്ചയ്ക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായിരിക്കുന്ന സംഭവമല്ല. എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഇസ്രായേലുമായിട്ട് പോലും തെറ്റാൻ വേണ്ടി അമേരിക്ക തയ്യാറാണ് എന്ന് പറയുമ്പോൾ ഇറാൻ അവർക്ക് നേരെ ഉണ്ടാക്കിയിരിക്കുന്ന പ്രഹരം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ.